ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും മാത്രമല്ല US-ൻ്റെയും ഇസ്രയേലിൻ്റെയും ഒക്കെ ഇപ്പോൾ പേടി സ്വപ്നമാണ് അജിത് ഡോവൽ എന്ന മുൻ IPS ഉദ്യോഗസ്ഥൻ. ഇന്ത്യയുടെ കരുത്തനായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യക്ക് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകരിക്കാൻ അറിയാമെങ്കിൽ ആ രാഷ്ട്രത്തെ അങ്ങ് തിരിച്ചെടുക്കാനും അറിയാമെന്ന് ഒരിക്കൽ അജിത് ഡോവൽ ചെറിയൊരു സൂചന നൽകിയതോടെ ബംഗ്ലാദേശ് ഇപ്പോൾ ഒന്നൊതുങ്ങി. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു പിഴവ് പോലും സംഭവിച്ചിട്ടില്ലെന്ന് അജിത് ഡോവലിനെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുകയാണ്, വെല്ലുവിളിപ്പിക്കുകയാണ് ഇപ്പോൾ ചില വിദേശ മാധ്യമങ്ങൾ. ഇന്ത്യൻ മാധ്യമങ്ങൾക്കും പാകിസ്ഥാനിലെയും ചൈനയിലെയും മാധ്യമങ്ങൾക്കും വ്യക്തമായി. പക്ഷേ മറ്റു ചില മാധ്യമങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ്. അജിത് ഡോവൽ എന്താണ് പറഞ്ഞത്? പാകിസ്ഥാൻ്റെ 13 വ്യോമത്താവളങ്ങൾ നമ്മൾ തകർത്തു, 9 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് അങ്ങനെ ചെയ്തതിൽ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അതേസമയം പാകിസ്ഥാനിലെ ആ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്ത്യ നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. ഇന്ത്യക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചെങ്കിൽ അതിൻ്റെ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും ഹാജരാക്കാനാണ് ഇപ്പോൾ അജിത് ഡോവൽ ഈ വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ചുട്ട മറുപടി തന്നെയായിരുന്നു. വിദേശ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും പഹൽഗാമിനെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനെതിരെ കരുത്ത് കാട്ടിയ ബ്രഹ്മോസ് മിസൈലുകളും മറ്റ് അത്യാധുനിക ആയുധങ്ങളുമൊക്കെ ഉപയോഗിച്ച് കരുത്ത് കാട്ടിയ റഫേൽ യുദ്ധവിമാനങ്ങളൊക്കെ സജീവമായി ഇടപെട്ട ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നാശനഷ്ടമുണ്ടായെന്ന് പറഞ്ഞു പരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അജിത് ഡോവൽ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. മദ്രാസ് IIT-യിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും ഇന്ത്യയുടെ വീരശൂര പരാക്രമങ്ങളെയും പറ്റിയും അജിത് ഡോവൽ വാചാലനായത്. അപൂർവങ്ങളിൽ അപൂർവമായാണ് ഇന്ത്യയുടെ ഈ ഉരുക്കു മനുഷ്യൻ, ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം പോലും പാഴായി പോയില്ലെന്ന് IIT-യിലെ വിദ്യാർത്ഥികളെ ഒരു ചിത്രം വരച്ച് പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കുകയാണ് അജിത് ഡോവൽ. ഒരു ലക്ഷ്യം പോലും ഇന്ത്യ വെറുതെ കളഞ്ഞില്ല. അത്ര കൃത്യമായിട്ടാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും റഫേൽ വിമാനങ്ങളും ഒക്കെ ആക്രമണം അഴിച്ചുവിട്ടത്. തദ്ദേശീയമായ ഇന്ത്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 23 മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ 13 വ്യോമത്താവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി. ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായതാണ്, പുറത്തു വന്നതാണ്, ഇന്ത്യയുടെ കയ്യിൽ തെളിവുണ്ട്. എന്നാൽ വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ ഒക്കെ പക്ഷം പിടിച്ചാണ് വാർത്ത കൊടുക്കുന്നത്. ഇന്ത്യക്ക് കനത്ത നാശനഷ്ടമുണ്ടായി, ഇന്ത്യയുടെ പല വിമാനങ്ങളും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വ്യോമത്താവളത്തിന് പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു മിസൈലോ ഡ്രോണോ കൊണ്ട് നാശനഷ്ടമുണ്ടായെങ്കിൽ, ഇന്ത്യയുടെ ഏതെങ്കിലും അതിർത്തി ഗ്രാമത്തിന് വൻ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാനാണ് മാധ്യമങ്ങളെ ഡോവൽ വെല്ലുവിളിച്ചത്. ആകപ്പാടെ ഉണ്ടായത് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കശ്മീരിൽ നിന്നും പാക് സേന വെടിയുതിർത്തതായിരുന്നു. അതല്ലാതെ മറ്റെന്തുണ്ട് എന്നാണ് ഡോവൽ ചോദിക്കുന്നത്. ഇന്ത്യയാകട്ടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടത്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആകാശ് പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെയാണ് ആ ഓപ്പറേഷൻ നടത്തിയെടുത്തതും ഈ ബ്രഹ്മോസ് മിസൈൽ അടക്കം അവിടെ വിജയിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, എല്ലാ തരത്തിലുമുള്ള തദ്ദേശീയ നിർമ്മാണങ്ങൾ, ഇതൊക്കെ ഡോവൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നിട്ടും വിദേശ മാധ്യമങ്ങൾക്ക് സംശയമല്ല, അവർക്ക് പറഞ്ഞു തീർക്കണം. കാരണം പാകിസ്ഥാൻ്റെ 13 വ്യോമത്താവളങ്ങൾ ആക്രമിച്ച് അവിടുത്തെ വിമാനങ്ങൾ വരെ നശിപ്പിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ, ലാഹോറിലടക്കം ഇന്ത്യൻ മിസൈലുകൾ തേടിച്ചെന്നെങ്കിൽ, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞെങ്കിൽ, കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ കപ്പൽപ്പട വിമാനവാഹിനി കപ്പലടക്കം കുതിച്ചെങ്കിൽ, കാരണം ആ സമയത്ത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ 23 മിനിറ്റിനുള്ളിൽ ലക്ഷ്യം കണ്ടതുകൊണ്ട് മാത്രം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ കപ്പൽപ്പട തിരികെ വന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ആ നാശനഷ്ടം ഇതൊന്നുമല്ല. പാകിസ്ഥാൻ്റെ തുറമുഖങ്ങളും അന്ന് ചാമ്പലായി പോയത്. ഇതൊക്കെ അജിത് ഡോവൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം വീണ്ടും വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു ഉപഗ്രഹ ചിത്രം കാണിച്ചു തരാൻ.